الله أكبر 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 الله أكبر. الحمد لله الحمد لله الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات. الحمد لله وكفى وسلام على رسله الذين اصطفى وعلى خاتمهم المجتبى محمد بن عبد الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فيا عباد الله أوصيكم بتقوى الله. قال الله عز وجل اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അല്ലാഹു നമ്മൾ ഇരുവരിൽ നിന്നും നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ ത്യാഗോജ്വലവും വിസ്മയകരവുമായ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന അതുല്യമായൊരു നിമിഷത്തിലാണ് നമ്മളേവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ മുന്നോട്ട് വെക്കുന്ന ആശയം. ലോകത്തെ മുഴുവൻ നടുക്കിയിട്ടുള്ള ഒരു വൈറസിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളിയിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസവും ഇന്നത്തെ ആഘോഷങ്ങളും ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി, അല്ലാഹുവിന്റെ സുഹൃത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിത പാഠങ്ങളുടെ അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ ദിവസത്തിന് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന പ്ലെഡ്ജ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ പകർത്തും എന്നുള്ളതാണ്. ഈ ഒരു ഖുതുബയിലൂടെ 3 സന്ദേശങ്ങളാണ് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഇലാഹായ റബ്ബിനോട് പൂർണ്ണമായൊരു സമർപ്പണം. സർവജ്ഞനും സർവാധിപതിയുമായ നാഥൻ അവനാണ് നമുക്ക് തുണയെന്നും അവനിലേക്കാണ് സർവ്വതും ബരമേൽപ്പിക്കേണ്ടതുള്ളൂ എന്നും വിശ്വസിച്ചുകൊണ്ട് മുഴുവൻ നമ്മളെ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുക. ചരിത്രത്തിന്റെ ഇന്നലകളിൽ അഥവാ 4000 വർഷങ്ങൾക്ക് മുന്നേ ജീവിതത്തെ ഇതിഹാസമാക്കി മാറ്റിയ മഹാനായ പ്രവാചകൻ എന്താണ് അള്ളാഹുവിനോടുള്ള സമർപ്പണം എന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃക നമുക്ക് മുന്നിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിറന്ന നാടിനെയും ജനിച്ചു വളർന്ന മണ്ണിനെയും സ്വന്തം കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇലാഹായ റബ്ബിന്റെ പ്രീതിക്കു വേണ്ടി പലായനം നടത്തിയ പ്രവാചകൻ, പ്രിയമതിയെയും ലാളിച്ച് കുതിരീരാത്ത തന്റെ പിഞ്ചോമനെയും ഒരു വിധത്തിലുള്ള ദുനിയാവിന്റെ നേട്ടങ്ങളും സാധ്യമല്ല എന്ന് മുന്നിൽ കണ്ടിട്ട് പോലും തരിശുഭൂമിയായ ഒരു തുള്ളി വെള്ളമില്ലാത്ത, ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത, ആൾതാമസമില്ലാത്ത മക്കയിലെ മരുഭൂമിയിൽ കൊണ്ടുചെന്നാക്കിയ പ്രവാചകൻ, ലാളിച്ചു കൊതി തീരാത്ത തന്റെ പിഞ്ചുമോനെ തന്നോളം എത്തിയപ്പോ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ഇബ്രാഹിമേ, നിന്റെ മകനെ നീ അറുക്കുക. കാലാകാലം മക്കളില്ലാതെ പ്രയാസപ്പെട്ട അള്ളാഹുവിന്റെ മുമ്പിൽ തേങ്ങിക്കരഞ്ഞ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അള്ള ചോദിച്ചപ്പോ ആ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ പോലും ആ വാപ്പക്ക് 2 നിമിഷം സന്ദേഹിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല.
ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മാതൃക. അദ്ദേഹം ഈ കൽപ്പനകൾ നിറവേറ്റാൻ കാട്ടിയ ആ വ്യഗ്രത, ഇതെല്ലാം ഇലാഹായ റബ്ബിന്റെ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉത്തമമായ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രയാസപ്പെട്ട ചില കലിമാത്തുകൾ കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരീക്ഷിച്ചു. എന്നാൽ ഒരു സന്ദേഹവും ഒരു പ്രയാസമോ ഒരു മനക്ലേശമോ മുഖത്തിലോ ചുണ്ടിലോ ഒരു തരത്തിലുള്ള ഭാവമാറ്റമോ ഇല്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് പൂർണ്ണമായി നിറവേറ്റി. അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളും എല്ലാ കലിമാത്തുകളും ഓരോന്നോരോന്നായി വിടാതെ ഒരു മനക്ലേശവും ഇല്ലാതെ നിറവേറ്റിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അള്ളാഹു ഉയർത്തി. അള്ളാഹു പറയുന്നു, ഇബ്രാഹിമേ, അങ്ങേ ഞാൻ മാനവലോകത്തിന്റെ മനുഷ്യരുടെ മുഴുവൻ നേതാവാക്കി മാറ്റിയിരിക്കുന്നു. ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. പടച്ചോനെ, എന്റെ മക്കളെയോ എന്റെ സന്താന പരമ്പരകളെയോ എന്റെ ആളുകളെയോ? നാഥൻ മറുപടി പറഞ്ഞൊരു വർത്തമാനവും നമ്മുടെ മനസ്സിൽ എന്തും ഓർക്കേണ്ടതാണ്. അക്രമികാരികളായ ആളുകളെ ഒരു കാരണവശാലും ഈ വാഗ്ദാനം അവർക്കുള്ളതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പരിചയപ്പെടുത്തിയത് നമ്മുടെ വാപ്പയായിട്ടാണ്. നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിമിന്റെ ആദർശത്തെ നിങ്ങൾ പിൻപറ്റുക. വാപ്പമാരോട് നമുക്കുള്ള ഒരു പ്രത്യേക സ്നേഹമുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പയാണ് അവർക്ക് മാതൃക. അവര് വാപ്പമാരെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ചെറുപ്രായത്തിൽ ധിക്കരിച്ച് നടക്കുകയാണെങ്കിലും 80% മക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ അസ്ലായിട്ട്, അവരുടെ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും അസ്ലായിട്ട് കിടക്കുന്നത് വാപ്പമാരുടെ ജീവിതമാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ആ ഇമോഷണൽ ഫാക്ടറിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിമിനെ നിങ്ങൾ പിന്തുടരുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈദ് സുദിനത്തിൽ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളതും ഇത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാട്ടിത്തന്നിട്ടുള്ള ഈ സമർപ്പണ ബോധം, എന്തൊക്കെയുണ്ടോ എന്നെ തന്നെ റബ്ബിനെ സമർപ്പിച്ച് കളയാം എന്ന അവസരം വന്നപ്പോൾ പോലും തീകുണ്ടാരത്തിലേക്ക് നമ്രൂദിന്റെ ആളുകൾ വലിച്ചെറിയാൻ പോയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരേ ഒരു വാക്ക് വിട്ടിരുന്നെങ്കിൽ, ഒരേ ഒരു സെന്റൻസ് പറഞ്ഞിരുന്നെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് മോചിതനാകാമായിരുന്നു. അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ കൊടുത്തപ്പോഴും പടച്ചോനെ ഇത് പ്രയാസാണെന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അള്ളാഹു ആ പ്രവാചകന് ചിലപ്പം ആ പരീക്ഷണങ്ങൾ മാറ്റി കൊടുക്കുമായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും അടിപതറാതെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഒന്നും ധിക്കരിക്കാതെ, അള്ളാഹുവിനെ ധിക്കരിക്കേണ്ടി വരാൻ സാധ്യതയുള്ള അവസരങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന് തന്നെ സമർപ്പിക്കാൻ കാണിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ മാതൃകയാവണം മക്കളായ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ സന്ദേശം, മാനവരോട് നമ്മുടെ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. വർണ്ണവർഗ ദേശഭാഷ ചിന്തകൾക്കതീതമായി ഒരേ വേഷവും ഒരേ ചിന്തയും ഒരേ മന്ത്രങ്ങളുമായി ലക്ഷോപലക്ഷം വരുന്ന ഒരു ജനസഞ്ചയം ഓരോ വർഷവും അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. കഴിഞ്ഞ വർഷം 10,000-ഓളം ആളുകൾക്ക് അവസരം കിട്ടിയുള്ളൂ. ഈ വർഷം 40,000 ആണെന്നാണ് അറിഞ്ഞ കണക്ക്. അത് അള്ളാഹുവിന്റെ വിധിയാണ്. പറഞ്ഞു വന്നത്, ലോകത്ത് വിവിധ മതങ്ങളും വിവിധ വ്യത്യസ്ത സംസ്കാരങ്ങളുമുണ്ട്. എന്നാൽ അവർക്കാർക്കും സാധ്യമാകാത്ത, അവർക്കാർക്കും നടപ്പിൽ വരുത്താൻ കഴിയാത്ത മാനവ ഐക്യത്തിന്റെ ഒരു മഹാസന്ദേശമാണ് നൂറ്റാണ്ടുകളായി
അറഫ മൈതാനി ലോകത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ദീനുൽ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനികതയുടെ പര്യായമായി ലോകം വാഴ്ത്തുന്ന അമേരിക്കയിൽ പോലും കറുത്തവനും വെളുത്തവനും വേറെയാണ്. കറുത്തവനും വെളുത്തവനും വ്യത്യസ്ത നിലപാടുകളാണ് അവിടുത്തെ ഭരണകൂടവും പോലീസുകാരും നടത്തുന്നത്. വംശീയ ഏറ്റുമുട്ടലുകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതുപോലെ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും ജാതി വ്യവസ്ഥയുടെയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുടെയും വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ജാതിയുടെ പേരിൽ ആളുകളെ അകറ്റുകയും അയിത്തം കാണിക്കുകയും പള്ളികളിലും ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ലക്ഷങ്ങൾ ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നത്. അവരിൽ ഭരണാധികാരികളുണ്ട്, ഭരണീയരുണ്ട്, പാവപ്പെട്ടവന്മാരുണ്ട്, സമ്പന്നരുണ്ട്, അവരിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, അവരിൽ മുക്കുവന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്. എല്ലാ ശ്രേണിയിലും എല്ലാ വിഭാഗത്തിലും എല്ലാ സംസ്കാരത്തിലും പെട്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അവിടെ സംഗമിക്കുന്നുണ്ട്. അവിടെ തൊട്ടുകൂടായ്മയില്ല, അവിടെ വേർതിരിവുകളില്ല. അവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്. അവിടെ സംഗമിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും വേഷമൊന്നാണ്. അവരുടെ നാവിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന മന്ത്രങ്ങളൊന്നാണ്. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊന്നാണ്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഐക്യത്തിന്റെയും ഏകതയുടെയും സന്ദേശത്തിന്റെ പ്രായോഗിക രംഗമാണ് അറഫ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ജനങ്ങളെ, നിങ്ങളെ നാം ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. പരസ്പരം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രം നിങ്ങളെ നാം വ്യത്യസ്ത ഗോത്രങ്ങളാക്കി, വ്യത്യസ്ത സമൂഹങ്ങളാക്കി, നിങ്ങൾക്ക് വ്യത്യസ്ത ടൈറ്റിലുകൾ തന്നു, നിങ്ങളെ വ്യത്യസ്ത കുലങ്ങളിൽ ജനിപ്പിച്ചു, വ്യത്യസ്ത വാപ്പമാരുടെയും ഉമ്മമാരുടെയും കുടുംബ പേരുകളുടെയും ആളുകളാക്കി നിങ്ങളെ മാറ്റി. അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും ആദരണീയർ, ഏറ്റവും മാന്യർ, അത് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആളാണ്. നിങ്ങൾ കച്ചവടക്കാർക്കാണോ, നിങ്ങളിലുള്ള കച്ചവടക്കാർക്കാണോ കൂടുതൽ തഖ്വ? നിങ്ങളിലുള്ള മുക്കുവന്മാർക്കാണോ കൂടുതൽ തഖ്വ? നിങ്ങളുടെ ഇടയിലുള്ള കറുത്തവനാണോ വെളുത്തവനാണോ സമ്പന്നനാണോ നേതാക്കൾക്കാണോ അനുയായികൾക്കാണോ കൂടുതൽ തഖ്വ? ഇത് മാത്രമായിരിക്കും അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു ഉപാധി. നിങ്ങൾ ശ്രേഷ്ഠരാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഖ്യാതമായ അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആത്മാഭിമാനവും അത് പവിത്രമാണ്. അതിനെ നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങളുടെ സഹോദരന്മാരുടെ ചോര നിങ്ങൾ ചിന്തരുത്, അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നിങ്ങളുടെ സഹോദരന്മാരുടെ ചോര പവിത്രമായ ചോരയാണ്, ആ ചോര ചിന്തുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. മറ്റൊരാളുടെ സമ്പത്ത് അധികാരമില്ലാതെ അവകാശമില്ലാതെ എടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നിങ്ങൾ അന്യരുടെ സമ്പത്ത്, നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കരുത്, അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഭിമാനത്തെ കുറിച്ചാണ്. മറ്റൊരാളുടെ അഭിമാനത്തെ നിങ്ങൾ വ്രണപ്പെടുത്തരുത്. ഓരോ മനുഷ്യന്റെയും അഭിമാനം അത് പവിത്രമാണ്. അതിനെ നമ്മൾ മാനിക്കണം. അതിന് ഒരു തരത്തിലുള്ള കളങ്കവും സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറിക്കൂടാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ്. നിങ്ങളുടെ റബ്ബ് ഏകനാണ്, ഒരൊറ്റ ആളാണ്. സമ്പന്നനായാലും
ദരിദ്രനായാലും കറുത്തവനായാലും വെളുത്തവനായാലും ഏത് ശ്രേണിയിലുള്ളവനായാലും നിങ്ങളുടെ ഒക്കെ റബ്ബ് ഒറ്റൊരുത്തനാണ്. നിങ്ങള് ഒരു അറബിക്ക് അനറബിയുടെ മേൽ യാതൊരു വിധത്തിലുള്ള മഹത്വവും ഇല്ല. അല്ലെങ്കിൽ അനറബിക്ക് അറബിയുടെ മേലും യാതൊരു മഹത്വവുമില്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു വിധത്തിലുള്ള മഹത്വവുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വ മാത്രമാണ് ഉപാധി. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യത്തിന്റെ പേരിലും കുലമഹിമകളുടെ പേരിലും മേനി നടിച്ചിരുന്ന അറബികളുടെ മുന്നിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഉന്നതരായ അറബി പ്രമാണിമാരിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതാ ഞങ്ങളെ ഇപ്പം വിളിക്കും, ഞങ്ങളെയാണ് വിളിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചിങ്ങനെ ആഗ്രഹിച്ച് അത് അവരുടെ അവകാശമാണെന്ന് കണ്ടു നിൽക്കുന്ന വേളയിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീഗ്രോക്കാരനായ കറുത്ത വംശജരായ അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് കഅബയുടെ മുകളിൽ കയറ്റി ബാങ്ക് കൊടുപ്പിച്ചത്. കറുത്തനായ ബിലാലിനെയും വിദേശിയായ സൽമാനുൽ ഫാരിസിയെയും അതിസമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഊട്ടിക്കൊണ്ട് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും തുല്യതയുടെയും വലിയൊരു സന്ദേശം അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നൽകി. ഈ ഒരു സന്ദേശമാണ് ഈ ഹജ്ജിന്റെ വേളയിൽ, ഈ ദിനത്തിൽ, ഈ പെരുന്നാളിന്റെ വേളയിൽ എനിക്ക് നിങ്ങൾക്ക് രണ്ടാമതായി നൽകാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കാനുള്ളത്. അവസാനമായി മൂന്നാമതായി ധർമ്മ പോരാട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഈദ് സുദിനത്തിന് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന മൂന്നാമത്തെ സന്ദേശം വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ധർമ്മ പോരാട്ടത്തിൻ്റെതാണ്. ഒരു കാലത്ത് ലോകം അടുക്കി ഭരിച്ചിരുന്ന നമ്രൂദിയൻ ഫാസിസത്തിനെതിരെ വിശ്വാസത്തിന്റെ കരുത്തും ആദർശ ദൃഢതയും കൊണ്ട് പൊരുതി നിന്ന മഹാമനീചികനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രത്തിൽ ധർമ്മ പോരാട്ടം പ്രവാചകന്മാർ നടത്തിയ എല്ലാ പ്രവാചകന്മാർക്കും അവരോടൊപ്പം സഹായത്തിന് ആളുകൾ ഉണ്ടായിരുന്നു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനും മറ്റനുയായികളും കൂടെ ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കരുത്തായി അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒറ്റക്കായിരുന്നു. നമ്രൂദിന്റെ സകലവിധ രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്കുമെതിരെ ഒറ്റക്ക് നിന്നിട്ടായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ പോരാടിയിരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ രാജാവായി വാഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭനപ്പെടുത്തി, തീയിലിട്ട് കരിച്ചു പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഈ പ്രലോഭനങ്ങൾക്കോ ഭീഷണിക്കോ അദ്ദേഹത്തിന്റെ മനസ്സ് വഴങ്ങിക്കൊടുത്തില്ല. അതിനെയൊന്നും കൂസാതെ, അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ, പേടിക്കാതെ ധീരമായി നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്ക് നിന്ന് പോരാടി. മഹത്തായ ഒരു ആദർശം അദ്ദേഹം ഈ ലോകത്ത് സ്ഥാപിച്ചു. അതാണ് മില്ലത ഇബ്രാഹിം. മില്ലത ഇബ്രാഹിം, അള്ളാഹുവിന്റെ തിരുദൂതരോട് പോലും പിൻപറ്റാൻ പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശം. അത് മാഞ്ഞു പോകാതിരിക്കുന്ന വഴികളെ പറ്റി അദ്ദേഹത്തിന് ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു, ചിന്തകൾ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്, റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക്, പടച്ചോനെ നിന്നോട് അനുസരണയുള്ള ആളുകളാക്കി ഞങ്ങളെ മാറ്റണേ. വമിൻ ദുർരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് നിന്നോടനുസരണയുള്ള ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കി തരണേ. വഅരിനാ മനാസികന, ഞങ്ങളുടെ കർമ്മമാർഗങ്ങളെ നീ ഞങ്ങൾക്ക് കാട്ടിത്തരണേ റബ്ബേ. വതുബ് അലൈനാ, ഞങ്ങൾ നിന്നിലേക്ക്
പാപമോചനം തേടി നിന്നിലേക്ക് മടങ്ങുകയാണ്. ഇന്നക അൻത തവ്വാബുർ റഹീം, തീർച്ചയായും നീ പാപമോചനം സ്വീകരിക്കുന്നവനാണ്. റബ്ബനാ വബഅത് ഫീഹിം റസൂല, എന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലാഹുവിന്റെ മുമ്പിൽ അറിയിക്കുകയാണ്. റബ്ബേ വബഅത് ഫീഹിം റസൂല, നീ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനെ അയക്കണമേ. യത്ലു അലൈഹിം ആയാതി, നിന്റെ വചനങ്ങൾ ആ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ്, നിന്റെ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, വൽ ഹിക്മ, യുക്തിജ്ഞാനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, വതുസക്കീഹിം, ആ സമൂഹത്തെ വീണ്ടും സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നീ അവർക്ക് നിയോഗിക്കണേ റബ്ബേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നിശ്ചയം നീ പ്രതാപശാലിയും യുക്തിമാനുമാണ് റബ്ബേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഒരിക്കൽ റസൂല് തന്നെ ആളുകളോട് പറയാണ്, അന ദഅവതു അബി ഇബ്രാഹിം, അബി ഇബ്രാഹിം, ഇബ്രാഹിമായ നമ്മുടെ വാപ്പയുടെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഞാനെന്നൊരു പ്രവാചകൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ മറുപടി ആയിട്ടാണ്. ഈ രീതിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ ആദർശ നിലനിൽപ്പിനായിട്ട് ധാരാളം പ്രയത്നിച്ചു. നമ്മുടെ നാടിന്റെ വർത്തമാന കാലത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു ദൗത്യവും ഇതാണ്. ജനിച്ചു വളർന്ന മണ്ണിൽ പഠിച്ചു വളർന്നിട്ടുള്ള ആദർശവുമായി അന്തസ്സോടെ നമുക്ക് ജീവിക്കണം. ഒരിക്കൽ കൂടി പറയുകയാണ്, ജനിച്ചു വളർന്ന മണ്ണിൽ പഠിച്ചു വളർന്ന ആദർശവുമായി അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നിരപരാധികളുടെ രക്തമൂറ്റിക്കുടിച്ച ഫാസിസം ഇന്ന് രാക്ഷസവേഷം കിട്ടിയാടുമ്പോ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. മിണ്ടാതിരിക്കുന്ന ഓരോ മുസ്ലിമും ആ മിണ്ടാതിരിക്കലിന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിയർത്ത് മറുപടി പറയേണ്ടി വരും. എന്നീ സാഹചര്യത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സാക്ഷി നിർത്തി അവന്റെ ഭവനത്തിൽ നിന്ന്, പരിശുദ്ധമായ മിമ്പറിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓർമ്മപ്പെടുത്തൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന്, ഈ പരിശുദ്ധ മിമ്പറിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നാളെ നിങ്ങൾ എനിക്കെതിരെ സാക്ഷി പറയാതിരിക്കാൻ ഞാൻ എടുക്കുന്ന മുൻകരുതൽ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നുണ്ട്, വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅ്ളഹും ബിബഅ്ളിൻ ലഫസദത്തിൽ അർദ്. ഒരു കൂട്ടർ അക്രമം പ്രവർത്തിക്കുമ്പോൾ അവരെ തടഞ്ഞില്ല എങ്കിൽ അവർ ഈ ഭൂമിയെ മൊത്തത്തിൽ കലുഷിതമായി നാശത്തിലാക്കും. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅ്ളഹും ബിബഅ്ളിൻ ലഹുദ്ദിമത് സ്വവാമിഉ വബിഉ وصلوات ومساجد يذكر فيها اسم الله كثيرا. ഒരു കൂട്ടർ അക്രമം പ്രവർത്തിക്കുമ്പോൾ അവരെ തടഞ്ഞില്ലെങ്കിൽ പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും ധാരാളമായി തകർക്കപ്പെടും. റബ്ബിന്റെ പേരുയർത്തപ്പെടുന്ന ഓരോ സ്ഥലങ്ങളും അവര് നശിപ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അധാർമികാരികൾക്കെതിരെ ധാർമ്മിക വിപ്ലവം നടത്താൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ മുന്നോട്ട് വെച്ച മാതൃകയെ മാതൃകയാക്കി അദ്ദേഹത്തിന്റെ ജീവിതം നൽകുന്ന ഈ 3 സന്ദേശങ്ങളെ അത് നമ്മുടെ ഈ സുദിനത്തിൽ ഏറ്റെടുക്കുക, നമ്മുടേതാക്കി മാറ്റുക. വാപ്പ കാണിച്ചു തന്ന വഴിയിൽ മക്കളായ നമ്മൾ നടക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അവസാനമായി ബലികർമ്മത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ ബലിമൃഗത്തിന്റെ മാംസം അല്ലാഹുവിന് വേണ്ട, അതിന്റെ രക്തം അല്ലാഹുവിന് വേണ്ട, അല്ലാഹുവിലേക്ക് ആകെ എത്തുന്നുള്ളത് നിങ്ങളുടെ ഉദ്ദേശങ്ങളാണ്, നിങ്ങളുടെ തഖ്വയാണ്. അത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുന്നുള്ളൂ. ബലി ഇൻഷാ അല്ലാഹ്, ബലിയുടെ സമയം എന്നുള്ളത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ദുൽഹിജ്ജ 13 വരെയുള്ള ആ ഒരു സമയമാണ് ഉദ്ഹിയ്യത്തിന്റെ സമയം. അതോടൊപ്പം തന്നെ കോവിഡ് വൈറസ് ബാധയെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽപ്പെട്ട് വരുമാനമാർഗം നിലച്ച ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അവർ ചിലപ്പോൾ പ്രയാസം പറയില്ല, കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല,
പക്ഷെ അഭിമാനം വ്രണപ്പെടുത്താത്ത രീതിയിൽ അവർ ജീവിക്കും. അവരെ ആകെ അറിയുക നമ്മൾ ഓരോരുത്തർക്കുമാണ്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ അയൽവാസിയാണ്, എൻ്റെ കുടുംബക്കാരനാണ്. അവരുടെ അടുക്കൽ ചെല്ലുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുക. വസ്ത്രമാണെങ്കിൽ വസ്ത്രം, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, പൈസയാണെങ്കിൽ പൈസ, അത് നൽകിയിട്ട് അവരോടൊപ്പം ചേരുക. അവരുടെ അഭിമാനത്തിന് ഒരു തരത്തിലുള്ള മങ്ങലും ഏർപ്പെടുത്താത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യേണ്ടത്. അവരും ഈ പെരുന്നാളിൽ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കട്ടെ. അവരെയും നമ്മുടെ ഒപ്പം പങ്കുചേർക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ الحمد لله الذي تتم الصالحات. الصلاة والسلام على أشرف المرسلين حبيبنا وسيدنا وقائدنا محمد صلى الله عليه وسلم. يا أيها الناس أوصيكم ثانيا بتقوى الله. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എവർക്കും അറിയാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജലീൽ ഖാൻ, അദ്ദേഹം രോഗബാധിതനായിക്കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. മെഡിക്കൽ കോളേജിലാണുള്ളത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണാരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി, എല്ലാ വേദനകളും എല്ലാ രോഗങ്ങളും മാറ്റിക്കൊണ്ട് നാഥൻ കർമ്മരംഗത്തേക്ക് ജീവതയോടുകൂടിയിട്ട് ഇറങ്ങാനുള്ള കരുത്ത് ആ മനുഷ്യന്, ആ പോരാളി നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ധാരാളം പ്രയാസങ്ങളിലാണ് നിങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കത്തിലാണ്, ആരോഗ്യകരമായ പ്രതിസന്ധികളിലാണ് തമ്പുരാനെ. ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ, ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ തമ്പുരാനെ. രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണേ തമ്പുരാനെ. അഥവാ വരികയാണെങ്കിൽ തന്നെ ആ പരീക്ഷണങ്ങൾ നിന്നിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അതോടൊപ്പം ഒത്തുചേർന്ന് പോകുവാൻ, അടിപതരാതെ മനസ്സ് പതരാതെ നിലനിൽക്കുവാൻ, ഇസ്തിഖാമത്തുണ്ടാകുവാൻ നീ ഞങ്ങൾക്ക് തുണയേകണേ നാഥ തമ്പുരാനെ. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഞങ്ങളുടെ മിമ്പറുകൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട് തമ്പുരാനെ. ആ ഓർമ്മപ്പെടുത്തലുകൾ ഞങ്ങളുടെ മനസ്സിനെ നിലയിപ്പിച്ചു ചേർക്കണമേ നാഥ. ഞങ്ങളുടെ മനസ്സിനെ സ്വാധീനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാവണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാവണേ നാഥ. സദാസമയം നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ ദിക്ർ മരിക്കാത്ത നാവുകളും ചിന്തകളും മനസ്സുമായിട്ട് നടക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കണ്ണിനെയും ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ മസ്തിഷ്കത്തെയും നിന്റെ ദിക്ർ കൊണ്ട് നീ ആദരിക്കണേ നാഥ. നിന്റെ ദിക്റില്ലാതെ തിന്മകൾ ചെയ്തു കൂട്ടുന്ന ആ കണ്ണും നാവും മൂക്കും ഞങ്ങൾക്ക് നീ നൽകണേ നാഥ തമ്പുരാനെ. ദാക്കിറുകളായ ലിസാനുള്ള മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണേ തമ്പുരാനെ. ദിക്ർ ചെയ്യുന്ന മനസ്സുള്ള ആളുകളാക്കി ഞങ്ങളെ മാറ്റണേ തമ്പുരാനെ. സദാസമയം നിന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളാക്കി ഞങ്ങളെ മാറ്റണേ തമ്പുരാനെ. നീ ഏൽപ്പിച്ച എല്ലാ കർമ്മങ്ങളിലും പൂർണ്ണത കൈവരിക്കുന്ന മുഹ്സിനുകളാക്കി ഞങ്ങളെ മാറ്റണേ തമ്പുരാനെ. നാഥാ, നീ ഞങ്ങളെ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. നീ ഞങ്ങളെ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ തമ്പുരാനെ. നാഥാ, പരീക്ഷണങ്ങൾ വരുമ്പം തിരിഞ്ഞോടുന്ന ദുർബലരായ വിശ്വാസികളാക്കി നീ ഞങ്ങളെ മാറ്റല്ലേ നാഥാ. മുനാഫിക്കുകളാക്കി നീ ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. നാഥാ, ഞങ്ങൾ കാരണം നിന്റെ ദീനിലേക്ക് അടുക്കാനിരിക്കുന്ന കുഫാറുകൾക്ക് പോലും ഫിത്നയാകുന്ന ഒരു അവസ്ഥ നീ വരുത്തരുത് തമ്പുരാനെ. ഞങ്ങൾ കാരണം ആളുകൾക്ക് ഹിദായത്ത് കിട്ടുക എന്നല്ലാതെ ഞങ്ങൾ കാരണം നിന്റെ ഹിദായത്തിൽ നിന്നൊരാൾ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ നീ ഉണ്ടാക്കരുതേ തമ്പുരാനെ. ഞങ്ങളെ നീ അമുസ്ലിങ്ങൾക്ക് ഫിത്നയാക്കരുതേ തമ്പുരാനെ. അവർക്ക് വഴികാട്ടികളാക്കണേ നാഥാ. നിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ നാവ് കൊണ്ടും ഞങ്ങളുടെ ഹിക്മത്ത് കൊണ്ടും
അതിനെ നീ സാധ്യമാക്കി തരണേ തമ്പുരാനെ. നാഥാ, അതിനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ തമ്പുരാനെ. ഇഹ്സാനുള്ള മുഹ്സിനുകളാക്കണേ തമ്പുരാനെ. തഖ്വയുള്ള മുത്തഖികളാക്കണേ തമ്പുരാനെ. നാഥാ, നിന്നിലേക്ക് ഏറ്റവും അടുത്ത അടിയാറുകളാക്കി മാറ്റണേ തമ്പുരാനെ. നിന്റെ ഔലിയാക്കളാക്കി, നിന്റെ ഖലീലുകളാക്കി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകരോടൊപ്പം ഒന്നിച്ചിരിക്കുവാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നാഥാ. നാളെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നാഥനെ കാണാത്ത ദൗർഭാഗ്യവാന്മാരാക്കി ഞങ്ങളെ മാറ്റട്ടെ തമ്പുരാനെ. നാഥനെ കാണുന്ന സൗഭാഗ്യം ഞങ്ങളുടെ കണ്ണുകൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥാ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എളുപ്പം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ബർക്കത്തുണ്ടാക്കണേ നാഥാ. ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് നീ ബർക്കത്തുണ്ടാക്കണേ തമ്പുരാനെ. അതിൽ നീ വർധനമുണ്ടാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ കടക്കാരാക്കി മാറ്റണേ നാഥാ. ഞങ്ങളുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. ദുനിയാവിൽ ഒരു ബാധ്യതയും അവശേഷിക്കാതെ നിന്റെ അടുക്കലേക്ക് സമാധാനത്തോടു കൂടിയിട്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. കടബാധ്യതരായി ഞങ്ങളെ നീ മരിപ്പിക്കലേ നാഥാ. പലിശ എടുക്കേണ്ട ആ ഒരു അവസ്ഥയും നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരലേ തമ്പുരാനെ. ഹറാമുകളിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയും നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരലേ തമ്പുരാനെ. ഞങ്ങളുടെ വാപ്പയായ ഇബ്രാഹിമിനെ പിൻപറ്റുന്ന സച്ചരിതരാക്കി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ ഇസ്ഹാഖിനെയും ഇസ്മാഈലിനെയും പോലുള്ള മക്കളാക്കി നീ മാറ്റണേ തമ്പുരാനെ. നമ്മുടെ വാപ്പമാരെ ഇബ്രാഹിമിനെ പോലുള്ള വാപ്പയാക്കി മാറ്റണേ തമ്പുരാനെ. നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ ഇണകളെയും നമ്മുടെ ഉമ്മമാരെയും ഹാജറിനെ പോലുള്ള ഉമ്മയും ഇണയുമാക്കി നീ മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് طيب ثرانا وتراكم واجعل الجنة مأوانا ومأواهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.